ഹായ് മുത്തുമണികളെ. ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കോൺട്രസ്റ്റിൽ പോവുകയാണ്. വീരുവിന് ദേവുവിൻ്റെ കണ്ണ് കാണിക്കാനുള്ള തിരക്കിലാട്ടോ. അപ്പോൾ രാവിലെ 8 മണിയായി. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചായ കുടിക്കാൻ പോലും നേരമില്ലായിരുന്നു. ദോശയായിരുന്നു. എന്നാലും ഒരു ദോശ എങ്ങനെയെങ്കിലും കഴിക്കട്ടെ വെച്ചിട്ട് സ്പീഡിൽ അത്താക്കുകയാണ്. ഏട്ടനാണെങ്കിൽ പുറത്ത് വെയിറ്റിംഗും ഉണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു ദോശ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്ന്. അപ്പം ഞാനും വീരും ദേവൂട്ടനും ഏട്ടനും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ പോകുമ്പോഴാണ് പെട്ടെന്ന് തിരിച്ചു പോരാൻ പറ്റുള്ളൂ. പൊതുവേ ഞങ്ങൾ പോകുമ്പോൾ വൈകുന്നേരമൊക്കെ ആയിപ്പോവും. ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ കണ്ണിലൊക്കെ മരുന്നിട്ടിച്ച് വീണ്ടും 2 മണിക്കൂറൊക്കെ കാത്തിരുന്ന് അങ്ങനെ കുറച്ച് ലേറ്റ് ആവാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം പിന്നെ 2 ആളുകൊണ്ടുണ്ട്. ഏട്ടൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെ എത്തി, കോൺട്രസ്റ്റിലെത്തി. ഞങ്ങൾ ആദ്യം തന്നെ നമുക്കവിടെ OP നമ്പർ കാണിച്ചിട്ട് വേണം അങ്ങോട്ട് കയറാൻ. അങ്ങനെ OP നമ്പറൊക്കെ ഞങ്ങൾ കാണിച്ചു. അങ്ങോട്ട് കയറി. അവിടെ കയറി പിന്നെ അവിടെ നമ്മുടെ നമ്പർ ആവുന്നവരെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട്. അങ്ങനെ ആ സമയത്താണ് പിള്ളേർക്ക് അവിടെ ചെറിയൊരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ കുഞ്ഞു പാർക്ക് പോലെ ആ പാർക്കിൽ പോയിട്ട് അവരവരുടെ കളിക്കാനൊക്കെ തുടങ്ങി. കുതിരയും ചെയറും അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട്. അങ്ങനെ അപ്പോഴേക്ക് ഞങ്ങൾക്ക് എൻട്രി ആയി, ഉള്ളിലേക്ക് ആയി. അങ്ങനെ ഉള്ളിൽ കയറിയാലും അവിടുന്ന് ഒരു രജിസ്ട്രേഷനും കൂടിയുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ക്യൂ ഉള്ളൂ, ചെറിയൊരു ക്യൂ ഉള്ളൂ. അത് കയറി 123 നമ്പറിലേക്കാണ് ഞങ്ങൾ പോയത്. ആദ്യം തന്നെ അവിടുന്ന് ചെറിയൊരു പരിശോധന ഉണ്ട്. അവിടുന്ന് കയറിയതിന് ശേഷമാണ് ഡോക്ടറെ അടുത്തേക്ക്. അപ്പോൾ 2 പേർക്ക് ഏകദേശം വട്ടായി തുടങ്ങിയിട്ടുണ്ട്. പ്രാന്തൊക്കെ ഇളകുന്നുണ്ട്. അവർ 2 പേര് റൗണ്ടൊക്കെ അടിക്കുകയാണ്. നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടറെ കാത്ത് നിൽക്കുകയാണ് ഞങ്ങളവിടെ കയറാൻ. അങ്ങനെ എന്താ ദേവൂട്ടനും വീരും കയറി. ആദ്യം തന്നെ ദേവൂട്ടനെയാണ് നോക്കുന്നത്. ദേവൂട്ടനെ നോക്കുമ്പം മറ്റേ ആൾക്കും നോക്കണം. അങ്ങനെ 2 പേരും റെഡിയായി. പിന്നെ ദേവൂട്ടനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ വീരുവിനെ ഇരുത്തി. വീരുവിനെ ജസ്റ്റ് നോക്കാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഡോക്ടർ റൂമിലേക്ക് എത്തി. 118 റൂമായിരുന്നു ഡോക്ടർ സൗമ്യ മാഡമാണ്. അങ്ങനെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ 2 പേർക്കും എപ്പോഴും ഒപ്പം നിൽക്കും വേണം. എന്നാലും 2 ആളും നല്ല അടിയുമാണ്. കുറേ നേരമൊക്കെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. എന്നിട്ടും ഒരു രക്ഷയും ഇല്ല. കാരണം ഒത്തിരി നേരമായി നിൽക്കുന്നതേ. ഇവർക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ ക്ഷമ നശിച്ചു പോകും. മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കാണിച്ചു ഇറങ്ങി. നേരെ ക്യാൻറ്റീനിലേക്കാണ് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു ദേവൂട്ടന്. അത് നല്ല തിരക്കായപ്പോൾ അവിടുന്ന് വീണ്ടും പുറത്തിറങ്ങി. ഞങ്ങൾ അവിടെ തന്നെയുള്ള ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഇറങ്ങി. കാരണം അവർക്ക് സ്പെക്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നു. സ്പെക്സൊക്കെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പം കുറച്ച് നേരം പുറത്തൊക്കെ ഞങ്ങളിരുന്നു. പാർക്കിലൊക്കെ കുറച്ച് നേരം ഇരിക്കുകയാണ്. അങ്ങനെ ദേവു അതിൻ്റെ ഇടയിൽ 2 പേരും വീണ്ടും തല്ലുണ്ടാക്കും. അവനാണെങ്കിൽ വിശന്നിട്ട് വയ്യാന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് പിന്നെ പോയില്ല. അവിടെ മരമൊക്കെ ഉള്ളത് കൊണ്ട് വീരു മരത്തിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അത് ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടില്ല. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ. പിന്നെ സ്പെക്സിൻ്റെ ടൈമായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. അങ്ങനെ ഉള്ളിൽ പോയപ്പം അവിടുന്ന് സ്പെക്സ് നോക്കാം. ആദ്യം വീരുവിനുള്ള സ്പെക്സാണ്. അവൻ്റെ സ്പെക്സ് പൊട്ടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവന് ഒരു സ്പെക്സ് നോക്കി. അങ്ങനെ അവന് നോക്കുമ്പോൾ മറ്റേ ആൾക്കും ഭയങ്കര വാശി. അവനും ഒരു സ്പെക്സ് അവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ഓർഡറാണ്. അപ്പോൾ അവൻ്റെത് കുറച്ച് ദിവസം കഴിയും കിട്ടാൻ. അങ്ങനെ വീരുവിന് അവിടുന്ന് ഒരു സ്പെക്സ് അപ്പം തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് വീരുവിന് ഇതുപോലെ തന്നെ ഒന്നിടുമ്പോൾ ഒന്ന് പറ്റത്തില്ല. അങ്ങനെ ഓരോ വാശികളായി. പിന്നെ ഞാൻ പുറത്തിരുന്നു. ഒരാളെയും കൊണ്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് വീരു ഒറ്റ ഓട്ടത്തിന് വീണ്ടും അവിടെ എത്തി. പിന്നെ സ്പെക്സൊക്കെ വാങ്ങിച്ച ഏട്ടനും ദേവൂട്ടനും വീരും കൂടി തിരിച്ചു വന്നു. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം ഒക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ടാറ്റാ, ബൈ ബൈ.